ഒരു വലിയ എന്തോ ഒരു കാര്യം ചെയ്യുന്നത് പോലെയാണ് ആ വിനീത എന്നുള്ള സലാംപൂർ മക്നയിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആ ഓരോ വീടും കയറി ഇറങ്ങിയത്. ഞാനും അവളുടെ കൂടെ തന്നെ ആ രാവിലെ മുഴുവൻ ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചോളം ചെറിയ കാര്യമാണ്, പക്ഷെ അവർ പറയുന്നത് അവിടുത്തെ വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അവർക്ക് അങ്ങനെ ഒരു അവരുടെ തലച്ചോറിലേക്ക് ഇങ്ങനെ ഒരു ചിന്തയും ഇങ്ങനെ ഒരു ശീലവും കൊണ്ടുവരണമെങ്കിൽ കഠിന പ്രവൃത്തി ചെയ്യണം എന്നാണ് ആ വിനീത എന്നോട് പറഞ്ഞത്. ODF എന്നൊക്കെ നമ്മളിവിടെ വളരെ നിസ്സാരമായി പറയുന്ന ഒരു കാര്യം ഒരു ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ എത്ര കഷ്ടപ്പെട്ടാണ് അവർ നടപ്പാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് നേരിൽ കണ്ട ഒരാളാണ് ഞാൻ. ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിലൂടെയുള്ള ഒരു യാത്രക്കിടയിലാണ് ഞാൻ വിനീതയെ കണ്ടത്. ഉത്തർപ്രദേശിലെ ബിജനൂരിലെ സലാംപൂർ മഖ്നയിലെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് താൻ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് വിനീത എൻ്റെ അടുത്ത് വന്നത്. അന്ന് ബിജനൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ മുഴുവൻ ചെന്ന് കാണുന്ന ഒരു പരിപാടിയിലായിരുന്നു ഞാൻ, കളക്ട്രേറ്റിൽ. അതിനിടയിലാണ് ഇവർ ഓടി വന്ന് എന്നോട് പറഞ്ഞത്, മാഡം നാളെ രാവിലെ എൻ്റെ പഞ്ചായത്തിലേക്കൊന്ന് വരുമോ എന്ന്. ഞാൻ പറഞ്ഞു അതിരാവിലെ വരണം, ഞാൻ വണ്ടിയായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ ശരി വരാം, ഞാൻ പഞ്ചായത്തുകൾ കണ്ട് നടക്കുവാണല്ലോ, എന്തായാലും നിങ്ങളുടെ പഞ്ചായത്തിൽ വരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. രാവിലെ വിനീത കാറുമായി എത്തി. അതിരാവിലെയാണ്. മനോഹരമായ ഗോതമ്പ് പാടങ്ങൾക്കിടയിലൂടെ രണ്ട് വശത്തും പാടങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നീണ്ട ഒരു യാത്ര. കുറേ യാത്ര കഴിഞ്ഞ് ഞാൻ ബിജനൂരിൽ നിന്നാണ് പോകുന്നത്, ഈ സലാംപൂർ മഖ്ന എന്നുള്ള ഗ്രാമത്തിലേക്ക് പോവുകയാണ്. പുലരിയുടെ മനോഹരമായ ആ യാത്രയിൽ അവസാനം നമ്മൾ എത്തിയത് അവിടുത്തെ ഒരു സ്കൂളിലാണ്. അവിടുത്തെ ഒരു ചെറിയ സ്കൂള്, എനിക്ക് തോന്നുന്നത് ഒരു LPS ആയിരിക്കും. അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ആ സ്കൂളിലെ ഹെഡ് മാഷുണ്ട്, വിനീതയുണ്ട്, പിന്നെ കുറേ കുട്ടികൾ, അവിടുത്തെ നാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ പല സംഘങ്ങളായി തിരിയുകയാണ്. എന്നോട് പറഞ്ഞു, വിനീത പറഞ്ഞു, മാഡം എൻ്റെ സംഘത്തിൽ വന്നാൽ മതി, എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പം നമ്മൾ വയൽവരമ്പിൽ കൂടിയും പിന്നെ ഇടവഴികളിൽ കൂടിയൊക്കെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇതെന്താണ് എന്ന് അവൾ എന്നോട് എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഹിന്ദിയുടെ എൻ്റെ പരിമിതമായ ഹിന്ദി കൊണ്ടും അവളുടെ കൊളോക്കിയൽ ഹിന്ദിയൊക്കെ കൊണ്ട് എനിക്കത് പൂർണ്ണമായിട്ട് കാര്യം മനസ്സിലായിട്ടില്ല. എന്തോ പ്രധാനപ്പെട്ടൊരു സംഗതി എന്നെ കാണിക്കാനാണ് പോകുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെ ഞങ്ങൾ പോയി ഒരു വീട്ടിലെത്തി ഗൃഹനാഥനെയും ഗൃഹനായികയും പിന്നെ പിള്ളേരെയൊക്കെ വിളിച്ചു. ഇവരെന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ആ ഗൃഹനാഥൻ ഒരു വല്ലാത്ത ചമ്മൽ, എന്നെയും കൂടെ കണ്ടിട്ടായിരിക്കും, ഒരു ചമ്മലൊക്കെ ഉണ്ട്. ഗൃഹനായിക എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അവിടെ ഒരു ചൂടിക്കട്ടിലെ മുറ്റത്ത് കിടപ്പണം, നമുക്കിവിടെ ഇരിക്കാം കുറേ നേരം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ആണ് കാര്യം ശരിക്കും എനിക്ക് മനസ്സിലാവുന്നത്. ആ വീട്ടിലെ എല്ലാ മനുഷ്യരും അവിടെ ആയിടെ പണി കഴിപ്പിച്ച ടോയ്ലറ്റിൽ പോകുന്നുണ്ടോ എന്ന് നോക്കാനാണ് ഞാൻ ഉൾപ്പെട്ട സംഘം അവിടെ പോയിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ആ പ്രദേശത്തെ ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകുന്ന സംസ്കാരം വളരെ കുറവാണ്. അവർക്ക് പുറത്തു പോകാനാണ് ഇഷ്ടം. അപ്പോൾ പഞ്ചായത്ത് ഇവർക്ക് എല്ലാവർക്കും ടോയ്ലറ്റ് കെട്ടിക്കൊടുക്കും. അതാണല്ലോ നിർമ്മൽ ഗ്രാമ പുരസ്കാരം. ഒരു പഞ്ചായത്തിൽ എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നിർമ്മൽ ഗ്രാമ പുരസ്കാരം എന്നുള്ള അവാർഡൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിയ ഒരു പഞ്ചായത്താണിത്. അപ്പോൾ അവളെന്നോട് പറഞ്ഞതാണ്, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നതാണ്, ഞങ്ങൾക്ക് ODF ആകണം, അതായത് ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ പഞ്ചായത്താക്കണം എനിക്ക് എൻ്റെ പഞ്ചായത്തിനെ. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓരോ വീടും ഞങ്ങൾ രാവിലെ സ്ക്വാഡ് തിരിച്ചു പോകുന്നത്. എല്ലാവരെയും ഇത് ശീലിപ്പിക്കണം. അവരെന്തായാലും പഴയതുപോലെ പുറത്തു പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇതിനകത്ത് ചാണക വരളിയൊക്കെ ഉണക്കി സൂക്ഷിക്കാനുള്ള സ്ഥലമായിട്ടാണ് അവർ ഈ ടോയ്ലറ്റിനെ വച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പാടില്ല, ടോയ്ലറ്റിൽ തന്നെ പോയി ശീലിക്കണം എന്ന് ഇവരെ പഠിപ്പിക്കണമെങ്കിൽ ഇതല്ലാതെ ഒരു മാർഗ്ഗവും ഇല്ല മാഡം. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് അതിരാവിലെ സ്ക്വാഡ് തിരിച്ച് ഓരോരോ വീട്ടിൽ കുട്ടികൾ ഉൾപ്പെട്ട സംഘം ചെന്ന് ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീട്ടിലും ചെന്ന് ആ വീട്ടിലെ എല്ലാവരും ആ ടോയ്ലറ്റിനകത്ത് പോയിട്ടാണ് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ചത് എന്ന് ഉറപ്പാക്കിയിട്ടേ ഞങ്ങൾ തിരിച്ചു പോകുന്നു. അങ്ങനെ അന്ന് അവളുടെ കൂടെ ആ പുലരിയിൽ പല വീടുകളിൽ ഞാൻ കയറി ഇറങ്ങി. ഓരോയിടത്തും ചെന്ന് ആ സ്കൂൾ മാഷും ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും ആൾക്കാരെ ഈ ടോയ്ലറ്റിൽ പോകുന്നതിനെക്കുറിച്ച് ബോധവൽക്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. പലർക്കും വളരെ വിമുഖത കാണിക്കുന്ന കണ്ടു. ചിലർ ഇവർ പറയുന്ന മെസ്സേജ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്, അവർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ വളരെ ക്ഷമയോടുകൂടി ഒരു വലിയ എന്തോ ഒരു കാര്യം ചെയ്യുന്നത് പോലെയാണ് ആ വിനീത എന്നുള്ള സലാംപൂർ മഖ്നയിലെ
പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആ ഓരോ വീടും കയറി ഇറങ്ങിയത്. ഞാനും അവളുടെ കൂടെ തന്നെ രാവിലെ മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും അവർക്ക് അവരുടെ നാട്ടിനെ മാറ്റിമറിക്കാനുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ എത്ര വലിയ ഒരു ശ്രമമാണ്. ഒരു ചെറിയ കാര്യം, നമ്മളെ സംബന്ധിച്ചോളം ചെറിയ കാര്യമാണ്, പക്ഷെ അവർ പറയുന്നത് അവിടുത്തെ വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അവർക്ക് അങ്ങനെ ഒരു അവരുടെ തലച്ചോറിലേക്ക് ഇങ്ങനെ ഒരു ചിന്തയും ഇങ്ങനെ ഒരു ശീലവും കൊണ്ടുവരണമെങ്കിൽ കഠിന പ്രവൃത്തി ചെയ്യണം എന്നാണ് ആ വിനീത എന്നോട് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ ODF എന്നൊക്കെ നമ്മളിവിടെ വളരെ നിസ്സാരമായി പറയുന്ന ഒരു കാര്യം ഒരു ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ എത്ര കഷ്ടപ്പെട്ടാണ് അവർ നടപ്പാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് കണ്ട ഒരാളാണ് ഞാൻ. ശരിക്കും ആ ബിജനൂർ ജില്ലയിലെ സലാംപൂർ മഖ്നയിൽ ഇപ്പോഴും എല്ലാവരും പിന്നെ ടോയ്ലറ്റിൽ തന്നെയാണോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അതിൻ്റെ ഒരു ചെറിയ പിന്നെ പാർട്ടായി ആ വീടുകളിലൊക്കെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്കിപ്പോഴും ശരിക്കും അഭിമാനമുണ്ട്.